പ്രിയ, ഇന്ന് ഞാൻ ഈ ലൈവിൽ വരാൻ കാരണം നമ്മുടെ പൊട്ടയ്ക്ക പള്ളിപ്പടിക്കൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നടക്കരുതാത്ത സംഭവങ്ങൾ നടന്നു. അനിഷ്ട സംഭവങ്ങൾ, സമാധാനമില്ലാതായി പുത്തങ്കാവിൽ. അതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഇതിനാരും കുറ്റം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ദൈവത്തെ തള്ളിക്കളഞ്ഞാൽ എല്ലാം നടത്തും. ദേശത്തെ സംരക്ഷിക്കുന്ന ആളായിരുന്നു പുത്തങ്കാവ് കൊച്ചു തിരുമേനി. പുത്തങ്കാവ് കൊച്ചു തിരുമേനി ഇല്ലായിരുന്നെങ്കിൽ പുത്തങ്കാവിലൊരു ഹൈസ്കൂളോ ഇന്ന് +2 വരെയുള്ള ഒരു സ്കൂളോ ഉണ്ടാകത്തില്ലായിരുന്നു. പത്തനംതിട്ട കോളേജ് വരത്തില്ലായിരുന്നു. അങ്ങനെ പല പല സ്ഥാപനങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു. ഇന്ന് പുത്തങ്കാവ് പ്രദേശത്തെ അസമാധാനം ഉണ്ടാകാൻ കാരണം നമ്മുടെ ദേവാലയം പോലും അശുദ്ധമാക്കിയിരിക്കുകയാണ് പുരോഹിതവർഗ്ഗങ്ങൾ. ആരെങ്കിലും ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണ്ട് പോവാം. അതായത് ഒരു 3 വർഷത്തിന് മുമ്പ് ഒരു പുരോഹിതൻ, അന്ന് തൊട്ടാണ് പുത്തങ്കാവിൽ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങിയ. പുത്തങ്കാവ് പള്ളിയിലും എല്ലാ അനാവശ്യ സംഭവങ്ങളും പുത്തങ്കാവ് നടക്കുന്നത് ആ പുരോഹിതൻ വികാരിയായി വന്നതിന് ശേഷമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ആ ദേവാലയത്തിൽ ദൈവത്തിന് ഇരിക്കാനൊക്കുന്നില്ല. കാരണം ആ പുരോഹിതൻ വന്നതിന് ശേഷം പരിശുദ്ധ മദ്ബഹായുടെ തിരശ്ശീല പോലും മറച്ച് സ്ക്രീൻ വെച്ചിട്ട് താഴെ പരവതാനി വിരിച്ച് ഭദ്രാസന മെത്രാനും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിതൊന്നും കാണാൻ പോകത്തില്ല. കാരണം കണ്ടാൽ ഞാൻ പറയാതുകൊണ്ട്. എന്തിന് ഈ സ്ക്രീൻ മദ്ബഹായുടെ തിരശ്ശീലയെ സ്ക്രീൻ വെച്ച് മറച്ചതിൻ്റെ കാരണം എന്തുവാ? ഇതൊക്കെ നടക്കരുതാത്ത സംഭവങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലം വീണ്ടും ജനങ്ങൾ തന്നെ അനുഭവിക്കും. അതാണിപ്പം നടക്കുന്നത്. പറഞ്ഞുതരാം. ആദ്യം ദൈവത്തെ ഓടിച്ചു, ഇപ്പോൾ കൊച്ചു തിരുമേനി ഓടിച്ചിരിക്കുക. കാരണം കൊച്ചു തിരുമേനിയുടെ കബറ് ഒരു കച്ചവടമാക്കിയിരിക്കുക. കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ്, കഴിഞ്ഞ 3 വർഷം ഇരുന്ന ആ പന്ന പുരോഹിതൻ കൊച്ചു തിരുമേനിയുടെ കബറിനെ കച്ചാവസാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലമാക്കി. തിരുമേനിയുടെ ആത്മാവോടെ വസിക്കോ ഇല്ല. തിരുമേനിയും പോയി. പിന്നെ സമാധാനം നിലനിർത്തേണ്ടവരവിടെ ഇല്ലെങ്കിൽ, സമാധാനത്തിൻ്റെ പുത്രന്മാരവിടെ ഇല്ലെങ്കിൽ ആ ദേശത്ത് എന്തുവാ സംഭവിക്കാൻ പോകുന്നത്? അനർത്ഥങ്ങൾ. ഇത് ജോസിനെയോ അല്ല മറ്റവരെയോ പറഞ്ഞിട്ട് കാര്യമില്ല. ജോസിനെ എനിക്കറിയാം. ജോസിനെ ഇപ്പോഴല്ല, ജോസിൻ്റെ ചെറുപ്പത്തിലെ ജോസ് പെരശ്ശേരി സ്കൂളിൽ ഒരു ഡ്രാമയ്ക്ക് വന്നു. ജോസിന് ഓർമ്മയുണ്ട്. എൻ്റെ മകളും അവിടെ കൂട്ടുകാരികളും ഒരു പയ്യനും എല്ലാം കൂടെ അവിടെ ഡ്രാമയ്ക്ക് വന്നു. ആ പയ്യന് പെൺവേഷം കെട്ടുന്നതിന് ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന വിഗ് അവന് കൊടുത്തു. അത് കണ്ടപ്പോൾ ജോസ് വന്നോട് പറഞ്ഞു, ആ വിഗ് എനിക്ക് ഇങ്ങോട്ട് വേണം. എനിക്ക് ജോസിനെ അന്ന് അറിയത്തില്ല. എനിക്കറിയാൻ പറ്റൊരാളെ ഞാൻ എങ്ങനെ എൻ്റർടൈൻ ചെയ്യും? ഞാൻ പറഞ്ഞു, മോനെ ഒക്കത്തില്ല. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കാണുകയും ചെയ്തില്ല, സംസാരിക്കുമ്പോൾ ചെയ്യത്തില്ല. എന്നാൽ ജോസിൻ്റെ ഫാദർ കുഞ്ഞുട്ടിച്ചാനും ഞാനുമായിട്ട് എന്തോ ബന്ധം എന്നുള്ളത് എനിക്ക് അറിയത്തുള്ളൂ. കുഞ്ഞുട്ടിച്ചാൻ മരിച്ചുപോയി, പോട്ടെ. എന്നാൽ ഇന്ന് അനിഷ്ട സംഭവം നടക്കുന്നത് നമ്മുടെ തന്നെ കുറ്റം കൊണ്ടാണ്. നമ്മുടെ കുറ്റമെന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനം നിലനിർത്തിക്കൊണ്ടിരുന്നവരെ അവിടെ ഓടിച്ചു. ദൈവമില്ലാതായി, തിരുമേനി അവിടെ ഇല്ലാതായി. ഇനി അവിടെ വസിക്കുന്ന ആരാ? സാത്താൻ എന്തുവാ ചെയ്യുന്നത്? നന്മ ചെയ്യുമോ? അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനേ നോക്കത്തുള്ളൂ, അല്ല ഒന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം. പുത്തങ്കാവ് പള്ളി നടക്കുന്ന അനാവശ്യങ്ങൾ എന്തൊക്കെയാ? പള്ളിയുടെ മുതൽ കൈവച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ ഇവിടെ ഇപ്പോൾ എതിരായിട്ട് വന്നിരിക്കുക.
ഇപ്പോഴും അവനൊക്കെ പൊക്കി തലയെ വെച്ചിരിക്കുക. പറഞ്ഞു മനസ്സിലാവും. കൊലപാതകി സഭയുടെ തലവനായിരിക്കുമ്പോൾ സഭയിലെ ആൾക്കാർ കൊലപാതക കൂട്ടത്തിൽ കൂടാതിരിക്കുമോ? സഭയിലെ പ്രധാന പ്രാസംഗികൻ എവിടെയാണെന്ന് നോക്കണം നിങ്ങൾ. ഞാൻ നിങ്ങളോടൊന്നും ആരോടൊന്നും പറഞ്ഞു എനിക്കൊന്നും അറിയിച്ചില്ല. ഇപ്പം ഞാൻ പേപ്പറിൽ നോക്കുക ഞാൻ കാണുന്നത്, ഞാൻ ഈ പറയുന്നത്. സഭയ്ക്ക് ആരെയാണ് വേണ്ടത്? സഭയ്ക്ക് കൊല്ലും കുറയുമെന്നല്ല, ദ്രവ്യം എങ്ങനെ എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാമോ അതുണ്ടാക്കി കൊടുക്കുക. അവരെ ഞാൻ ഒരിക്കൽ ഫാദർ വിമൽ മാമൻ ചെറിയാനുമായിട്ട് ബഹളമുണ്ടാക്കി. കാരണം ഞാൻ ചോദിച്ചോട്ടെ, പുത്തങ്ക ഹൈസ്കൂള് അല്ല, അന്ന് ആ സ്കൂള് കൊച്ചു തിരുമേനി സ്ഥാപിച്ചപ്പോൾ എന്തിനാണ് സ്ഥാപിച്ചത്? പണമുണ്ടാക്കാനാണോ? ഇന്ന് അവിടെ +2 +1 അഡ്മിഷൻ വേണമെങ്കിൽ മാർക്ക് കുറഞ്ഞവർക്ക് 30,000-35,000 രൂപ കൊടുത്താൽ മതി, കിട്ടും. അല്ലാതെ കിട്ടത്തില്ല. 25,000 കൊടുത്ത കാലത്ത് അതറിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് ബഹളം ഉണ്ടാക്കി. വിമമ്മാമൻ വലിയ ഗമയിൽ എന്നോട് പറഞ്ഞു, എനിക്കൊരു അഡ്മിഷൻ വേണമെങ്കിൽ എനിക്ക് ആരും കാല് പിടിക്കേണ്ട കാര്യമില്ല. എടാ പരമ, നീ ആ വെള്ളക്കുപ്പായി വിട്ടുകൊണ്ടാളാ, അത് ഊരിയച്ചങ്ങോട്ട് ചെല്ല, ആര് നിന്നെ ഗവനിക്കും? നീ ആരാന്ന് ആർക്കും അറിയത്തില്ലയോ? തിന്നാനും മുടിക്കാനും കയറ്റുവാനും ആരുമായിട്ട് മാത്രം ജനിച്ച ഒരു വ്യക്തി മാമൻ വിമൽ മാമൻ ചെറിയാനച്ചൻ. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥന ചെല്ലത്തിരുന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സിൽവഞ്ചി കൂടെ അവിടെ ആ വീട്ടിൽ തന്നെ ചെന്ന് വയറ് നിറച്ച് തിന്ന് ചിറങ്ങിപ്പോയി. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ നാടിൻ്റെ കുഴപ്പം, നമ്മുടെ നാടല്ല. ആ പരിശുദ്ധ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സമാധാനമായിട്ട് പോയത് മുഴുവൻ അവിടെ ദൈവവും തിരുമേനിയും തിരുമേനിയുടെ ആത്മാവും ഉണ്ടായിട്ടാണ്. ഇന്ന് ദൈവം അവിടെ ആ ദേവാലയത്തിലില്ല, തിരുമേനിയുടെ ആത്മാവ് ആ കബറിങ്ങിലില്ല. ഈ പുരോഹിതവർഗത്തിലെ കഴിഞ്ഞ 3 വർഷത്തെ ആ തെമ്മാടി പുരോഹിതൻ അവൻ തിരുമേൻ്റെ ആത്മാവിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അശുദ്ധമായ സ്ഥലത്ത് തിരുമേൻ്റെ ആത്മാവ് വസിക്കുമോ? നീയൊക്കെ വലിയ നീണ്ട വർത്താനം പറയും തിരുമേനിന്ന്, എന്നിട്ട് കച്ചറ കൊണ്ട് അവിടെ കൂട്ടിയിടുക, ചോദിക്കുന്നവരെ ചീത്ത വിളിക്കുക. ഞാനിപ്പോൾ ഇത്രേ പറഞ്ഞുള്ളൂ. ജോസിൻ്റെ കുറ്റമോ അല്ല എതിർകക്ഷിയുടെ കുറ്റമോ ഒന്നുമല്ല. ഇന്ന് നിരപരാധികൾ ക്രൂശിക്കപ്പെടും. ദൈവമില്ലാത്തടത്ത് നിരപരാധികൾ ക്രൂശിക്കപ്പെടും. നിങ്ങൾ എൻ്റെ വീഡിയോകൾ കാണ്. നേരത്തെ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമല്ല, ഇനി ഒരുപാട് സംഭവങ്ങൾ ഓരോരുത്തർക്കും നടക്കും. പുത്തങ്കാവിൽ നടക്കും. പറഞ്ഞുതരാം. പുത്തങ്കാവ് പള്ളി ഇപ്പം ഊട്ടുവരെ ആയെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ദേവാലയം ദൈവിക വേലയ്ക്കുള്ളതാണ്. ദൈവിക വേലയുടെ സമയം മാറ്റിവെച്ച് ലേലം വിളിയും പണമുണ്ടാക്കലും തീറ്റിയും കുടിയുമായാൽ അവിടെ ദൈവമുണ്ടോ? ഇത് നമ്മുടെ തെറ്റ് തന്നെയാണ്. സഹിക്കുവിൻ. ജോസേ, ക്ഷമിക്കുക മക്കളെ. ഇതൊക്കെ നീ അതിനൊരു ഇരയായി എന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല.